ഹായ് ഹലോ. ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ഒരു ക്യാരറ്റിൻ്റെ പിക്കിളാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് ചോറിനൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി കേട്ടോ. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കിയ ആ ഒരു സമയത്ത് തന്നെ കഴിക്കാനും പറ്റുമേ. അപ്പോൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതാ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ക്യാരറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഒരുപാട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാം കേട്ടോ. 2 ആഴ്ച വരെ കേടുകൂടാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ക്യാരറ്റ് എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ നീളത്തിലാട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അധികം തടിയും വേണ്ട, എന്നാൽ അധികം നൈസായിട്ടും വേണ്ട കേട്ടോ. നമുക്ക് ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് തടി വേണം. എന്നാൽ നല്ല തടി ഉണ്ടാക്കിയാൽ ഇതിൻ്റെ മസാലയൊന്നും അതിൽ പിടിക്കുകയില്ല കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മളിതാ ഈ ഒരു പിക്കിൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ സുർക്ക വെച്ചിട്ടല്ല കേട്ടോ, വിനീഗർ വെച്ചിട്ടല്ല, നമ്മൾ ചെറുനാരങ്ങ നീരിൽ ലെമൺ ജ്യൂസ് വെച്ചിട്ടാണ് റെഡിയാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് 2 ആഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം. ഇനി നമ്മളിത് സുർക്ക വെച്ചിട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഏകദേശം 1 മാസത്തോളം നമുക്ക് പുറത്ത് വെക്കാം, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ക്യാരറ്റിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/2 മുറി നാരങ്ങ നീരാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി വിനീഗർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം മതിയാവും കേട്ടോ. ഒരുപാടൊന്നും ചേർക്കേണ്ടിയില്ല, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണോളം മതിയാവേ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ എടുക്കുന്ന ക്യാരറ്റിൻ്റെ അളവനുസരിച്ചിട്ടാട്ടോ ചേർക്കേണ്ടത്. അതിലേക്ക് ഞാനിപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു 10 മിനിറ്റ് ചെറിയൊരു പണിയുണ്ട്, അതൊന്ന് റെഡിയായി എടുക്കുന്നപ്പോഴത്തേക്കിന് നമ്മളെ ക്യാരറ്റ് നല്ല സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു പുളിയും ഉപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ആ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടി നമുക്ക് ഒരു നുള്ള് നമ്മളെ ഉലുവ ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കായപ്പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കായപ്പൊടി ചേർക്കുന്നില്ല, കായപ്പൊടിയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. അതിലേക്ക് ഇപ്പോൾ ഇതാ ഒരു 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അത്യാവശ്യം എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ 3 ചേർത്തിട്ടുള്ളേ. അതിലേക്ക് ഞാനിപ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഒരു നുള്ള് ചെറിയ ജീരകം, വെള്ളം കാച്ചുന്ന ജീരകം ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നമുക്കിതാ ലോ ഫ്ലെയിം ഇട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഈ ഒരു കറുമുറ എന്നുള്ളൊരു ക്രിക്കറ് എന്നുള്ളൊരു സൗണ്ട് വരുമല്ലോ, ആ ഒരു സൗണ്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മളിതാ ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ മുളകിലുള്ള. ഇനി നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് പൊടിയായിട്ട് അടിച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊരു തരിതരിപ്പുള്ള രീതിക്ക് വേണം കേട്ടോ അത് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തെടുക്കാം കേട്ടോ. ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ്, നിർബന്ധമില്ലേ. അപ്പം നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഇനി ഈ പൊടിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് നമ്മളെ ക്യാരറ്റിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൊടി നമ്മൾ ക്യാരറ്റിലേക്ക് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നമ്മൾ നേരത്തെ ലെമണൊക്കെ ചേർത്ത് മിക്സാക്കി വെച്ചതുകൊണ്ട് തന്നെ ക്യാരറ്റിൽ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ആ ഒരു ക്യാരറ്റിൽ തന്നെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതിയാവും. നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇനി മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. നമ്മൾ ഉലുവയും ചെറിയ ജീരകവും കറിവേപ്പിലൊക്കെ ഒന്ന് പൊടിച്ചെടുത്തതല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നല്ല ഒരു സ്മെല്ലാട്ടോ ഉണ്ടാകാൻ. നല്ല ടേസ്റ്റ് വന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് നന്നായിട്ടിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പണിയും കൂടിയുണ്ട്. ചീനച്ചട്ടി നമ്മൾ വീണ്ടും ഇത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഇതാ ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് നമ്മൾ ക്യാരറ്റിലേക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളെ ക്യാരറ്റിൻ്റെ പിക്കിൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറിന് ഇതൊറ്റൊന്ന് മാത്രം മതിയാവും, ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ടേ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി അല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.